നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മഞ്ചേശ്വരത്ത് വീടിന്റെ പൂട്ട് തകർത്ത് കവർച്ച. 6.5 പവൻ സ്വർണ്ണാഭരണങ്ങളും 35,000 രൂപയുമാണ് കവർന്നത്. ദിവ്യശ്രീക്ക് സഹപ്രവർത്തകരുടെ അന്ത്യാഞ്ജലി. ചേതനയേറ്റ ശരീരം പോലീസ് സ്റ്റേഷൻ വളപ്പിലെത്തിച്ചപ്പോഴുണ്ടായത് സങ്കടക്കാഴ്ച. മഞ്ചേശ്വരം വോർക്കാടിയിൽ പ്ലൈവുഡ് ഫാക്ടറിയിലുണ്ടായ തീപിടുത്തം. കോടിക്കണക്കിന് രൂപയുടെ വസ്തുക്കൾ കത്തിനശിച്ചതായി വിവരം. മുഹമ്മദ് അഷ്റഫ് പിടിയിലായതോടെ മഞ്ചേശ്വരത്തെ നിരവധി കവർച്ചാ കേസുകളുടെ ചുരുളഴിയുന്നു. അഷ്റഫ് കർണാടകയിലും നിരവധി മോഷണ കേസുകളിലെ പിടികിട്ട പുള്ളി. റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം ഹരിതചട്ടം പാലിച്ച്. മാലിന്യമുക്ത പ്രവർത്തനത്തിനായി കുടുംബശ്രീ പ്രവർത്തകർ പച്ചോലക്കൊട്ടകൾ മെടഞ്ഞു നൽകി. കാസർഗോഡ് ജില്ലാ ഭരണ സംവിധാനത്തിന് ഭിന്നശേഷി മേഖലയിൽ മികച്ച പ്രവർത്തനത്തിന് പുരസ്കാരം. മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പുരസ്കാര പ്രഖ്യാപനം നടത്തി. വാർത്തകൾ വിശദമായി. മഞ്ചേശ്വരത്ത് വീടിന്റെ പൂട്ട് തകർത്ത് സ്വർണവും പണവും കവർന്നു. ഉദ്യാവരയ്ക്ക് സമീപം 10-ാം മൈലിൽ താമസിക്കുന്ന പൊടിയ അക്ബറിന്റെ വീട്ടിലാണ് കവർച്ച നടന്നത്. കിടപ്പുമുറിയിലെ അലമാരയിലുണ്ടായിരുന്ന 6.5 പവൻ സ്വർണ്ണാഭരണങ്ങളും 35,000 രൂപയുമാണ് കവർന്നത്. മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനിൽ അനുദിനം കവർച്ചകൾ പെരുകുന്നത് ജനങ്ങളെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. മഞ്ചേശ്വരത്ത് വീട്ടിൽ കവർച്ച. ഉദ്യാവരയ്ക്ക് സമീപം 10-ാം മൈലിൽ താമസിക്കുന്ന പൊടിയ അക്ബറിന്റെ വീട്ടിലാണ് കവർച്ച നടന്നത്. അക്ബറും കുടുംബവും വിമാനത്താവളത്തിൽ പോയ സമയത്തായിരുന്നു സംഭവം. വീടിന്റെ പൂട്ട് തകർത്ത് അകത്തു കയറിയ മോഷ്ടാക്കൾ കിടപ്പുമുറിയിലെ അലമാരയിലുണ്ടായിരുന്ന 6.5 പവൻ സ്വർണ്ണാഭരണങ്ങളും 35,000 രൂപയും കവരുകയായിരുന്നു. വിവരമറിഞ്ഞ് മഞ്ചേശ്വരം പോലീസ് സ്ഥലത്തെത്തി പ്രാഥമികാന്വേഷണം നടത്തി. തെളിവുകൾ ഉൾപ്പെടെയുള്ള വിവരങ്ങളും പോലീസ് ശേഖരിച്ചു. അക്ബറിന്റെ പരാതിയിൽ കേസെടുത്ത പോലീസ് കവർച്ചയിൽ അന്വേഷണം ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി സമീപത്തെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചു. ഇത് വിശദമായി പരിശോധിച്ചു വരുന്നുണ്ട്. സമീപകാലത്തായി നിരവധി കവർച്ചാ കേസുകളാണ് മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വിവിധയിടങ്ങളിലായി റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് ജനങ്ങളെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. വയനാട്ടും പാലക്കാട്ടും കോൺഗ്രസ് നേടിയ ഉജ്ജ്വല വിജയത്തിൽ കാസർഗോട്ടും ആഹ്ലാദം. DCC ഓഫീസിൽ മധുരം പങ്കുവച്ചായിരുന്നു നേതാക്കളും പ്രവർത്തകരും വിജയം ആഘോഷിച്ചത്. വയനാട്, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുകളിൽ UDF നേടിയ വിജയത്തിൽ കാസർഗോട്ടെ കോൺഗ്രസ് ക്യാമ്പുകളിലും ആഹ്ലാദം. പ്രിയങ്ക ഗാന്ധിയും രാഹുൽ മാങ്കൂട്ടത്തിലും നേടിയ ഉജ്ജ്വല വിജയത്തിന്റെ ആഹ്ലാദം മധുര പലഹാര വിതരണം നടത്തിയും ജയ് വിളിച്ചുമാണ് നേതാക്കളും പ്രവർത്തകരും പങ്കുവച്ചത്. കാസർഗോഡ് DCC ഓഫീസിൽ നടന്ന വിജയാഘോഷ പരിപാടിയിൽ നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. പ്രിയങ്കാജിയുടെ വിജയം എന്ന് പറയുന്നത് വയനാട്ടിൽ CPM-ഉം അതുപോലെ തന്നെ BJP-യും നടത്തിയ എല്ലാ പ്രചരണങ്ങളെയും അതിജീവിച്ചുകൊണ്ട് രാജ്യത്തെ മതേതരത്വത്തെയും ജനാധിപത്യത്തെയും നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള വലിയ പോരാട്ടമാണ്. അതുകൊണ്ടാണ് വയനാട്ടിലെ ജനത ഇത്രയും വലിയ ഭൂരിപക്ഷം പ്രിയങ്കാജിക്ക് നൽകിയിട്ടുള്ളത്. അതോടൊപ്പം പാലക്കാട് CPM-ഉം BJP-യും ചേർന്ന് നടത്തിയ എല്ലാ രാഷ്ട്രീയ കുതന്ത്രങ്ങളെയും അട്ടിമറിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാഹുൽ മാങ്കൂട്ടം റിക്കാർഡ് ഭൂരിപക്ഷത്തിലാണ് ഇപ്പോൾ പാലക്കാട് വിജയിച്ചിട്ടുള്ളത്. CPM-ന്റെ സ്ഥാനാർത്ഥിയെയും BJP-യുടെ സ്ഥാനാർത്ഥിയെയും എല്ലാം പിന്തള്ളിക്കൊണ്ട് അവരുടെ എല്ലാ രാഷ്ട്രീയ അജണ്ടകളെയും ഇല്ലാതാക്കിക്കൊണ്ട് കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ ആഗ്രഹിച്ച വലിയ വിജയമാണ് പാലക്കാട്ട് ഉണ്ടായിട്ടുള്ളത്. ഈ രണ്ട് വിജയത്തിനും നേതൃത്വം നൽകിയ KPCC നേതൃത്വത്തെയും AICC നേതൃത്വത്തെയും എല്ലാം ഞാൻ മുക്തകണ്ഠം അഭിനന്ദിക്കുകയും പ്രശംസിക്കുകയും ചെയ്യുകയാണ്. വിജയാഘോഷത്തിന്റെ ഭാഗമായി ജില്ലയുടെ വിവിധ ഇടങ്ങളിൽ പ്രകടനവും നടന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
കുമ്പളയിൽ വീട്ടിൽ കിടന്നുറങ്ങുകയായിരുന്ന യുവാവിനെ കാറിൽ കയറ്റിക്കൊണ്ടുപോയി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ മുഖ്യപ്രതി പിടിയിൽ. ഉപ്പള അമ്പാർ സ്വദേശി ഇർഷാദാണ് പിടിയിലായത്. ഒളിവിൽ കഴിയുകയായിരുന്ന ഇയാളെ ബംഗളൂരുവിൽ നിന്നാണ് കുമ്പള പോലീസ് പിടികൂടിയത്. ഉപ്പള ബപ്പായിത്തൊട്ടി ഹനഫി മസ്ജിദിന് സമീപത്തെ അമാൻ മൻസിലിലെ മുഹമ്മദ് ഫാറൂഖിനെ ആക്രമിച്ച സംഭവത്തിലാണ് പ്രതി ഉപ്പള അമ്പാർ സ്വദേശി ഇർഷാദിനെ കുമ്പള പോലീസ് ബംഗളൂരുവിൽ നിന്നും പിടികൂടിയത്. കഴിഞ്ഞ ഏപ്രിൽ 2 പുലർച്ചെയാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത്. ബംബ്രാണയിൽ വെച്ച് കിരൺരാജ് ഷെട്ടി, സഹോദരൻ വരുൺരാജ് ഷെട്ടി, രൂപേഷ്, ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന ഇർഷാദ് എന്നിവർ ചേർന്ന് ഫാറൂഖിനെ ആക്രമിക്കുകയായിരുന്നു. ഇർഷാദ് ഇരുമ്പുവടി കൊണ്ട് തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ചതിനെ തുടർന്ന് ബോധം കെട്ട് വീണ ഫാറൂഖിനെ കാറിൽ കയറ്റിയ ശേഷം ബപ്പായത്തൊട്ടിയിലെ വീട്ടിലെത്തിച്ച് സംഘം സ്ഥലം വിടുകയായിരുന്നു. സംഭവത്തിൽ കിരൺരാജ് ഷെട്ടി, സഹോദരൻ വരുൺരാജ് ഷെട്ടി, രൂപേഷ് എന്നിവരെ അറസ്റ്റ് ചെയ്തെങ്കിലും ഇർഷാദ് ഒളിവിൽ പോകുകയായിരുന്നു. ഇയാൾ ബംഗളൂരുവിൽ ഉണ്ടെന്ന് വിവരം ലഭിച്ചതിനെ തുടർന്ന് SI VK വിജയൻ, CPOമാരായ ചന്ദ്രൻ, പ്രമോദ്, രതീഷ് എന്നിവരടങ്ങുന്ന സംഘം ബംഗളൂരു സഞ്ജയ് നഗറിൽ വെച്ച് പ്രതിയെ പിടികൂടുകയായിരുന്നു. പ്രതിയെ ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെ കുമ്പള പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. നേരത്തെ അറസ്റ്റിലായ കിരൺരാജിന് പോക്സോ കേസിൽ ഒരാഴ്ച മുൻപ് ജീവപര്യന്തം തടവിനും 50 കൊല്ലം കഠിന തടവിനും കോടതി ശിക്ഷ വിധിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. 2 ദിവസം മുൻപ് വരെ ഒരുമിച്ച് ജോലി ചെയ്ത സഹപ്രവർത്തകയുടെ ചേതനയേറ്റ ശരീരം പോലീസ് സ്റ്റേഷൻ വളപ്പിൽ വെള്ളത്തുണിയിൽ പൊതിഞ്ഞെത്തിച്ചപ്പോൾ പലർക്കും സങ്കടമടക്കാനായില്ല. ഡിവൈഎസ്പിമാരും ജനപ്രതിനിധികളും ഉൾപ്പെടെ 100 കണക്കിന് പേർ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ചന്ദേര പോലീസ് സ്റ്റേഷനിലെത്തിയിരുന്നു. ഭർത്താവിന്റെ ക്രൂരമായ അക്രമത്തിൽ കൊല്ലപ്പെട്ട സിവിൽ പോലീസ് ഓഫീസർ കരിവള്ളൂർ പലിയേരി കോവലിലെ ദിവ്യശ്രീക്ക് ചന്ദേര പോലീസ് സ്റ്റേഷനിൽ സഹപ്രവർത്തകരും പോലീസ് ഉദ്യോഗസ്ഥരും കണ്ണീരോടെ വിട ചൊല്ലി. രാവിലെ 8:30 ചന്ദേര സ്റ്റേഷനിലെത്തിച്ച ഭൗതിക ശരീരം കാണുവാൻ 100 കണക്കിന് പേർ കാത്തിരുന്നു. തുടർന്ന് പോലീസ് ആചാരപ്രകാരമുള്ള യാത്രാമൊഴി നൽകി. എം രാജഗോപാലൻ MLA, കാഞ്ഞങ്ങാട് DYSP ബാബു പെരിങ്ങോത്ത്, ബേക്കൽ DYSP VV മനോജ്, ചന്ദേര പോലീസ് ഇൻസ്പെക്ടർ K പ്രശാന്ത്, ഹൊസ്തൂർഗ് ഇൻസ്പെക്ടർ P അജിത് കുമാർ, പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി CR ബിജു, പോലീസ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി EV പ്രദീപൻ, കാസർഗോഡ് വിജിലൻസ് ഇൻസ്പെക്ടർ P നാരായണൻ, ചന്ദേര SI KP സതീഷ് തുടങ്ങിയ പോലീസ് ഉദ്യോഗസ്ഥരും പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP പ്രസന്നകുമാരി, വിവിധ രാഷ്ട്രീയ സംഘടനാ നേതാക്കളായ കരീം ചന്ദേര, KV ജനാർദ്ദനൻ, C ബാലൻ, മാമുനി രവി, EP പ്രകാശൻ, M മോഹനൻ, P സനൽ തുടങ്ങി സമൂഹത്തിലെ നാനാതുറയിലുള്ള 100 കണക്കിന് പേർ ദിവ്യശ്രീയുടെ ഭൗതികദേഹത്തിൽ അന്ത്യാഞ്ജലി അർപ്പിക്കുവാനെത്തിയിരുന്നു. തുടർന്ന് സ്വദേശമായ കരിവള്ളൂർ പലിയേരിയിലേക്ക് കൊണ്ടുപോയി. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മഞ്ചേശ്വരം വോർക്കാടിയിൽ പ്ലൈവുഡ് ഫാക്ടറിയിലുണ്ടായ തീപിടുത്തത്തിൽ വൻ നാശനഷ്ടം. കോടിക്കണക്കിന് രൂപയുടെ വസ്തുക്കൾ കത്തി നശിച്ചതായാണ് വിവരം. വൈദ്യുതി ഷോർട്ട് സർക്യൂട്ടിനെ തുടർന്നാണ് തീപിടുത്തമുണ്ടായതെന്നാണ് സംശയിക്കുന്നത്. മഞ്ചേശ്വരം വോർക്കാടിയിൽ പ്ലൈവുഡ് ഫാക്ടറിയിലുണ്ടായ തീപിടുത്തത്തിൽ വൻ നാശനഷ്ടം. വെള്ളിയാഴ്ച രാത്രിയിലാണ് സംഭവമുണ്ടായത്. സംഭവത്തിൽ കോടിക്കണക്കിന് രൂപയുടെ വസ്തുക്കൾ കത്തി നശിച്ചതായാണ് വിവരം. ഇതിന്റെ കണക്കുകൾ ശേഖരിച്ചു വരുന്നുണ്ട്. വൈദ്യുതി ഷോർട്ട് സർക്യൂട്ടിനെ തുടർന്നാണ് തീപിടുത്തമുണ്ടായതെന്ന് സംശയിക്കുന്നു. മഞ്ചേശ്വരം സ്വദേശി ഫാറൂഖിന്റെ ഉടമസ്ഥതയിലുള്ള പ്ലൈവുഡ് ഫാക്ടറിയിലാണ് തീപിടുത്തമുണ്ടായത്. മരമില്ലിനോട് ചേർന്നാണ് ഫാക്ടറി പ്രവർത്തിച്ചു വരുന്നത്. തീപിടുത്തത്തിൽ ഫാക്ടറിയുടെ ഭൂരിഭാഗവും കത്തി നശിച്ചിട്ടുണ്ട്. തീ പടരുന്നത് കണ്ട് സമീപത്തെ ക്വാർട്ടേഴ്സിൽ താമസിക്കുകയായിരുന്ന തൊഴിലാളികളാണ് ഉടമയെയും അഗ്നിരക്ഷാസേനയെയും അറിയിച്ചത്. വിവരമറിഞ്ഞ് ഉപ്പളയിൽ നിന്നും അഗ്നിരക്ഷാസേന എത്തിയെങ്കിലും തീ നിയന്ത്രിക്കാൻ സാധിക്കാതെ വന്നതോടെ ഉപ്പള, കാഞ്ഞങ്ങാട്, കുറ്റിക്കോൽ സ്റ്റേഷനുകളിൽ നിന്നുൾപ്പെടെ 2 വീതം യൂണിറ്റുകളും കാസർഗോഡ് സ്റ്റേഷനിൽ നിന്നും 1 യൂണിറ്റും എത്തി തീ അണയ്ക്കുകയായിരുന്നു. കാസർഗോഡ് അഗ്നിരക്ഷാ നിലയത്തിലെ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ MK രാജേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള 7 യൂണിറ്റുകൾ സംയുക്തമായാണ് തീ അണച്ചത്. മണിക്കൂറുകളോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ അണയ്ക്കാനായത്. സംഭവത്തിൽ മഞ്ചേശ്വരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കുപ്രസിദ്ധ മോഷ്ടാവ് മുഹമ്മദ് അഷ്റഫ് പിടിയിലായതോടെ മഞ്ചേശ്വരത്തെ നിരവധി കവർച്ചാ കേസുകളുടെ ചുരുളഴിയുന്നു. കേരളത്തിന് പുറമെ കർണാടകയിലും നിരവധി മോഷണ കേസുകളിലെ പിടികിട്ടാപ്പുള്ളിയാണ് അഷ്റഫ്. വിവിധ കവർച്ചാ കേസുകൾ അന്വേഷണം നടന്നു വരവെയാണ് മലപ്പുറം അമരമ്പലത്ത് വെച്ച് ഇയാൾ പോലീസ് പിടിയിലായത്.
നിരവധി കവർച്ചാ കേസുകൾ നടത്തുകയും പഴുതുകളടച്ച് മുങ്ങുകയും ചെയ്യുന്ന മുഹമ്മദ് അഷ്റഫ് പോലീസിന് വലിയ തലവേദനയാണ് സൃഷ്ടിക്കാറുള്ളത്. ഒരു സ്ഥലം കണ്ടെത്തുകയും അവിടം കേന്ദ്രീകരിച്ച് കവർച്ചകൾ നടത്തുകയുമാണ് കർണാടകയിലെ പുത്തൂർ ചിക്കമംഗളൂരു പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മേൽവിലാസക്കാരനായ ഇയാളുടെ രീതി. 2 ആഴ്ച മുൻപ് മഞ്ചേശ്വരത്തെ വൊർക്കാടി ഗ്രാമത്തിൽ നിരവധി കടകളിലും ആരാധനാലയങ്ങളിലും തുടർച്ചയായി മോഷണങ്ങൾ നടന്നിരുന്നു. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കവർച്ചകൾക്ക് പിന്നിൽ മുഹമ്മദ് അഷ്റഫ് എന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. കർണാടകയിലും കേരളത്തിലും ഇത്തരം നിരവധി മോഷണക്കേസുകളിൽ പ്രതിയായ അഷ്റഫിനെ പിടികൂടുവാൻ തന്നെ പോലീസ് തീരുമാനിക്കുകയും ജില്ലാ പോലീസ് മേധാവി പ്രത്യേകം ക്രൈം സ്ക്വാഡ് രൂപീകരിക്കുവാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കാസർഗോഡ് ഡിവൈഎസ്പി CK സുനിൽകുമാറിന്റെ മേൽനോട്ടത്തിൽ നടത്തിയ അന്വേഷണത്തിൽ മലപ്പുറം അമരമ്പലത്ത് വെച്ചാണ് അഷ്റഫ് പിടിയിലായത്. മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനിലെയും കർണാടകയിലെയും പല കവർച്ചാ കേസുകളും പ്രതി പിടിയിലായതോടെ തെളിയിക്കുവാൻ കഴിഞ്ഞതായി പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഹരിതചട്ടം പാലിച്ച് ഉദനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തുന്ന കാസർഗോഡ് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവ നഗരി മാലിന്യമുക്തമാക്കാൻ ആവശ്യമായ പച്ചോലക്കൊട്ടകൾ മെടഞ്ഞു നൽകി കുടുംബശ്രീ പ്രവർത്തകർ. പടന്ന പഞ്ചായത്ത് കുടുംബശ്രീ CDS നേതൃത്വത്തിൽ ഓരിയിലാണ് ഓലമെടഞ്ഞ് കൊട്ടകൾ ഉണ്ടാക്കിയത്. കലോത്സവ നഗരിയിൽ ഉണ്ടാവുന്ന ജൈവ അജൈവ മാലിന്യ ശേഖരണം ലക്ഷ്യമിട്ടാണ് 150ഓളം ഓലക്കൊട്ടകൾ മെടഞ്ഞു നൽകാൻ ഹരിതചട്ട ചുമതലക്കാർ കുടുംബശ്രീ CDSനോട് ആവശ്യപ്പെട്ടത്. 12 വേദികളിലും പരിസരങ്ങളിലും സ്ഥാപിക്കാനായി ആദ്യഘട്ടത്തിൽ 50ൽ പരം കൊട്ടകൾ തയ്യാറാക്കി കഴിഞ്ഞു. 2 ദിവസത്തിനകം ബാക്കി കൂടി തയ്യാറാക്കും. പടന്ന ഓരി വിഷ്ണുമൂർത്തി ക്ഷേത്ര പരിസരത്താണ് ഓലക്കൊട്ട മെടഞ്ഞെടുത്തത്. 50ൽ പരം കുടുംബശ്രീ പ്രവർത്തകരും തൊഴിലുറപ്പ് തൊഴിലാളികളും പങ്കെടുത്തു. വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV സജീവൻ ഓലമെടഞ്ഞ് കൊട്ട നിർമ്മാണം ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായിട്ടും 6000-ത്തിലധികം ആളുകൾ പങ്കെടുക്കുന്ന ഒരു വലിയ കലാമാമാങ്കത്തിന് ഏറ്റവും മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിനാണ് പടന്ന കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ ഇന്ന് വിവിധ ഭാഗങ്ങളിൽ ഹരിത പ്രോട്ടോകോൾ പാലിക്കുന്നതിന്റെ ഭാഗമായി ഇങ്ങനെ കൊട്ടകൾ മെടയുന്നത്. നമുക്കറിയാം, നമ്മുടെ പഴയ കാലത്തിലേക്ക് നമ്മളിങ്ങനെ കുറച്ച് സമയത്തേക്കെങ്കിലും നമ്മുടെ സഹോദരിമാരുടെ അമ്മമാരുടെ കൈകളിലൂടെ ഇങ്ങനെ ഈ ഓലക്കൊട്ട മെടയുമ്പോൾ C വിജയൻ അധ്യക്ഷത വഹിച്ചു. CDS അധ്യക്ഷ C റീന, TP സുഷമ, മനോജ് പീലിക്കോട്, സൂരജ് കക്കറയിൽ, K സജിത, PV പ്രകാശൻ, T ഉഷ എന്നിവർ സംസാരിച്ചു. 25-ന് വൈകുന്നേരത്തോടെ വിവിധ ഇടങ്ങളിൽ ഓലക്കൊട്ടകൾ സ്ഥാപിക്കും. ഉർമിസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് ജില്ലാ ഭരണ സംവിധാനത്തിന് ഭിന്നശേഷി മേഖലയിൽ മികച്ച പ്രവർത്തനത്തിന് പുരസ്കാരം. ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു പുരസ്കാര പ്രഖ്യാപനം നടത്തി. ഭിന്നശേഷി മേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച വ്യക്തികൾ, സ്ഥാപനങ്ങൾ എന്നിവയ്ക്കുള്ള സാമൂഹ്യനീതി വകുപ്പ് നൽകി വരുന്ന പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. മികച്ച ജില്ലാ ഭരണകൂടം 1 ലക്ഷം രൂപയാണ് അവാർഡ്. കാസർഗോഡ് ജില്ലാ ഭരണകൂടമാണ് അതിനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. എൻഡോസൾഫാൻ മേഖലയിലടക്കം നടപ്പാക്കിയിട്ടുള്ള വിവിധ പ്രവർത്തനങ്ങൾക്കാണ് നൽകിയിട്ടുള്ളത്. എൻഡോസൾഫാൻ ദുരിതബാധിത മേഖലയിൽ ഉൾപ്പെടെ ഭിന്നശേഷി മേഖലയിൽ കാസർഗോഡ് ജില്ലയിൽ വിവിധ വകുപ്പുകൾ ജില്ലാ ഭരണ സംവിധാനവുമായി ചേർന്ന് നടത്തിയ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണ് ഭിന്നശേഷി മേഖലയിലെ പുരസ്കാരം. എൻഡോസൾഫാൻ ദുരിതബാധിത മേഖലയിലെ ഭിന്നശേഷിക്കാർക്കും അവരുടെ രക്ഷിതാക്കൾക്കും ഉൾപ്പെടെ ജീവനോപാധികൾ കണ്ടെത്തുന്നതിനുള്ള ജില്ലാ ഭരണ സംവിധാനത്തിന്റെ നൂതന പദ്ധതിയായ ഐലീഡ് ശ്രദ്ധേയമായിരുന്നു. ഭിന്നശേഷി കുട്ടികളും അവരുടെ രക്ഷിതാക്കളും നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യുന്നതിനുള്ള നടപടികളും പൂർത്തിയായി വരുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ഭിന്നശേഷിക്കാർക്ക് വോട്ട് രേഖപ്പെടുത്താൻ പ്രത്യേകം സംവിധാനമൊരുക്കി. ഇന്ത്യയിലാദ്യമായി തെരഞ്ഞെടുപ്പിന് സൈൻ ലാംഗ്വേജ് കോൾ സെന്റർ ആരംഭിച്ചതും കാസർഗോഡാണ്. വോട്ടിംഗ് മെഷീനിൽ ബ്രെയിലി ലിപി പരിചയപ്പെടുത്തുകയും സാക്ഷ്യം ആപ്പ് ഉപയോഗിച്ച് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി പ്രത്യേകം പ്ലാൻ ഉണ്ടാക്കി സമ്മതിദാനം വിനിയോഗിക്കുന്നതിന് സൗകര്യമൊരുക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഉദനൂരിൽ നടക്കുന്ന ജില്ലാ കലോത്സവ പ്രചരണത്തിന്റെ ഭാഗമായി ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു. ചെമ്മനാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വിദ്യാർത്ഥികൾ ഫ്ലാഷ് മോബിൽ അണിനിരന്നു. ഉദിനൂരിൽ നടക്കുന്ന ജില്ലാ കലോത്സവ പ്രചാരണത്തിന്റെ ഭാഗമായി ഫ്ലാഷ് മോബ് നടത്തി. കാസർഗോഡ് ഏരിയ പര്യടന ഉദ്ഘാടന ചടങ്ങിൽ AEO അഗസ്റ്റിൻ ബർണാഡ് മൊന്തേരോ മുഖ്യാതിഥിയായിരുന്നു. പ്രചരണ പര്യടനം മേൽപ്പറമ്പ, കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡ്, പുതിയ ബസ് സ്റ്റാൻഡ്, കളക്ടറേറ്റ്, സിവിൽ സ്റ്റേഷൻ, ചെങ്കള എന്നിവിടങ്ങളിൽ പൂർത്തിയാക്കി.
ചെമ്മനാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വിദ്യാർത്ഥികൾ ഫ്ലാഷ് മോബിൽ അണിനിരന്നു. ചെമ്മനാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സുകുമാരൻ നായർ, ഹെഡ്മാസ്റ്റർ K. വിജയൻ, PTA പ്രസിഡന്റ് KT നിയാസ്, ചെമ്മനാട് ജമാഅത്ത് സെക്രട്ടറി CH സാജു, OSA പ്രസിഡന്റ് മുജീബ് അഹമ്മദ്, യാസിർ CL, ജമാഅത്ത് കമ്മിറ്റി അംഗം PM അബ്ദുല്ല, ഗവൺമെന്റ് ഹൈസ്കൂൾ ചന്ദ്രഗിരി ഹെഡ്മാസ്റ്റർ രാധാകൃഷ്ണൻ, PTA പ്രസിഡന്റ് അബൂബക്കർ കാടങ്കോട്, അഡ്വക്കേറ്റ് സരിത, K. അജിത, കാസർഗോഡ് മുനിസിപ്പൽ ചെയർമാൻ അബ്ബാസ് ബീഗം, സലിം എടനീർ, PTA പ്രസിഡന്റ് മുഹമ്മദ് ഹനീഫ്, നാസർ ധന്യവാദ്, സലാം ചെർക്കള, ഖാലിദ്, കാസർഗോഡ് AEO അഗസ്റ്റിൻ ബർണാഡ് മൊന്തേരോ, K. മുഹമ്മദ് ഇർഷാദ്, കല്ലമ്പലം നജീബ്, NSS പ്രോഗ്രാം ഓഫീസർ ഫാറൂഖ് മാസ്റ്റർ, സായിന, ജോഷ്മ തുടങ്ങിയവർ വിവിധ കേന്ദ്രങ്ങളിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ട്രേഡ് യൂണിയൻ കർഷക തൊഴിലാളി സംസ്ഥാന സംയുക്ത സമിതിയുടെ ആഭിമുഖ്യത്തിൽ തൊഴിലാളി കർഷക സംയുക്ത മാർച്ചും ധർണയും ചൊവ്വാഴ്ച സംഘടിപ്പിക്കും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മാർച്ചും ധർണയും സംഘടിപ്പിക്കുന്നത്. ജീവനോപാധികൾ സംരക്ഷിക്കണം, കുത്തകവൽക്കരണം അവസാനിപ്പിക്കണം തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ട്രേഡ് യൂണിയൻ കർഷക തൊഴിലാളി സംസ്ഥാന സംയുക്ത സമിതിയുടെ ആഭിമുഖ്യത്തിൽ തൊഴിലാളി കർഷക സംയുക്ത മാർച്ചും ധർണയും ചൊവ്വാഴ്ച ജില്ലാ കേന്ദ്രങ്ങളിൽ നടക്കും. തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾക്കെതിരായും കർഷകദ്രോഹ നിയമ ഭേദഗതികൾക്കെതിരായും കൈകോർക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് മാർച്ചും ധർണയും സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കുത്തക മുതലാളിമാരുടെ താല്പര്യം മാത്രം സംരക്ഷിച്ചുകൊണ്ടാണ് ഈ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് കരുത്തുറ്റ സമരം വീണ്ടും ആരംഭിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചത്. ഇപ്പോൾ കേവലം ഒരു വാർഷിക ആഘോഷമൊക്കെ ഞങ്ങൾ കാണുന്നത്. നവംബർ മാസം 26 കഴിഞ്ഞാൽ വീണ്ടും യോഗം ചേർന്ന് അതിശക്തമായ പണിമുടക്ക് സമരം, തൊഴിലാളികൾ, കൃഷിക്കാർ, കർഷക തൊഴിലാളികൾ, തൊഴിലാളി സംഘടനകൾ, സംഘടിത മേഖല, അസംഘടിത മേഖല, വ്യവസായ മേഖല, പരമ്പരാഗത മേഖലയിലെ തൊഴിലാളികൾക്കൊപ്പം യുവാക്കൾ, വിദ്യാർത്ഥികൾ, മഹിളകൾ, എല്ലാവരും ആപാലവൃത്തം വരുന്ന ജനങ്ങളുടെ ഐക്യം തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനാവശ്യമായ സംഘടനാ പ്രവർത്തനവും ഇതിൻ്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്കുള്ള മാർച്ചിൽ ജില്ലയിലെ ഈ നൂറുകണക്കായ തൊഴിലാളികൾ, തിരഞ്ഞെടുക്കപ്പെട്ട സമര വളണ്ടർമാർ 3000 പേരെ പങ്കെടുപ്പിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ഓരോ സംഘടനകൾക്കും കോട്ടയൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട്. കൃത്യം 10 മണിക്ക് തന്നെ പ്രകടനം ആരംഭിക്കും. 3000 ആൾക്കാർ പങ്കെടുക്കും. കർഷക സംഘത്തിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റുകൂടിയായ നമ്മുടെ ഉദുമ MLA CH കുഞ്ഞുമ്പാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. സംയുക്ത കർഷക ട്രേഡ് യൂണിയൻ സമിതി അംഗങ്ങളായ TK രാജൻ, T കൃഷ്ണൻ, നാഷണൽ അബ്ദുള്ള, KR ജയാനന്ദ, CV കൃഷ്ണൻ, PK അബ്ദുറഹ്മാൻ മാസ്റ്റർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ജില്ലാ സീനിയർ ബോൾ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് തൃക്കരിപ്പൂരിൽ സമാപിച്ചു. സമാപന ചടങ്ങിൽ ബോൾ ബാഡ്മിന്റൺ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് K. മധുസൂദനൻ സമ്മാനദാനം നിർവഹിച്ചു. തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് നടന്ന ചാമ്പ്യൻഷിപ്പിൽ സീനിയർ പുരുഷ വിഭാഗത്തിൽ ഉദുമ പ്രോ MK ടീം ജേതാക്കളായി. കുണ്ടംകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീമാണ് റണ്ണേഴ്സ് അപ്പ്. സീനിയർ വനിതകളിൽ കാഞ്ഞങ്ങാട് സ്വാമി നിത്യാനന്ദ പോളിടെക്നിക് കോളേജ് ടീം ജേതാക്കളായി. നവംബർ 28 മുതൽ ഡിസംബർ 1 വരെ ആലപ്പുഴ കലവൂരിൽ നടക്കുന്ന സംസ്ഥാന ബോൾ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിലേക്കുള്ള കാസർഗോഡ് ജില്ലാ ടീമിന്റെ തെരഞ്ഞെടുപ്പും നടന്നു. സമാപന ചടങ്ങിൽ ബോൾ ബാഡ്മിന്റൺ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് K. മധുസൂദനൻ സമ്മാനദാനം നിർവഹിച്ചു. അതുപോലെ VHSS കുണ്ടംകുഴിയെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതോടൊപ്പം വളരെ നല്ല രീതിയിൽ കളിച്ച ഉദുമയിലെ മറ്റ് ക്ലബ്ബുകളും അതുപോലെ പെരിയ, പോളിടെക്നിക്ക്, കാഞ്ഞങ്ങാട് ഏകദേശം നല്ല മത്സരം തന്നെയാണ് നമുക്ക് ഇന്ന് കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എല്ലാവരെയും ഇവിടെ മത്സരിച്ച എല്ലാവരെയും അഭിനന്ദിക്കുന്നതോടൊപ്പം ബോൾ ബാഡ്മിന്റൺ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി K. അശോകൻ, ദേശീയ റഫറി റൌഫ കണ്ണൂർ, P. രതീഷ് കുമാർ, TM സിദ്ദീഖ്, KP അഭിലാഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് താളിപ്പടപ്പ് ഭഗവാൻ ശ്രീ സത്യസായി അഭയനികേതൻ സത്യസായി ബാബയുടെ 99ാം ജന്മദിനാഘോഷം നടത്തി. സത്യനാരായണ പൂജയോടെയാണ് ആഘോഷം ആരംഭിച്ചത്. കാസർഗോഡ് താളിപ്പടപ്പ് ഭഗവാൻ ശ്രീ സത്യസായി അഭയനികേതനിൽ സത്യസായി ബാബയുടെ 99ാം ജന്മദിനാഘോഷം നടത്തി. സത്യനാരായണ പൂജയോടെയാണ് പരിപാടി ആരംഭിച്ചത്. ജന്മദിനാഘോഷത്തിന് തുടക്കം കുറിച്ച് എടനീർ മഠാധിപതി സച്ചിദാനന്ദ ಭಾರತಿ അനുഗ്രഹ ಪ್ರಭಾಷಣ നടത്തി. ಈ ಸಂಸ್ಥೆ ಕೂಡ ಸಾಮಾಜಿಕ ಕಳಕಳಿಯುಳ್ಳಂಥ ಕಾರ್ಯಕ್ರಮವನ್ನು ಹಮ್ಮಿಕೊಂಡು ಇದು ನಡೀತಾ ಇದೆ. ಖಂಡಿತವಾಗಿ ಇವತ್ತು ವೃದ್ಧಾಶ್ರಮಗಳಿರ್ಬೋದು, ಅನಾಥಾಶ್ರಮಗಳಿರ್ಬೋದು, ನಾವು ಅದನ್ನು ಪ್ರೋತ್ಸಾಹಿಸಬೇಕು ಅನ್ನೋದನ್ನು ಈ ಸಂದರ್ಭದಲ್ಲಿ ನಾನು ಹೇಳೋದಿಲ್ಲ. ಆದರೆ ಅಂತಹ ವ್ಯವಸ್ಥೆ ಇದ್ದ ಕಾರಣ ಇವತ್ತು ತಮ್ಮ
ಬಾಳಿನ ಸಂಧ್ಯಾಕಾಲದಲ್ಲಿ ಹಲವಷ್ಟು ಹಿರಿಯರು ಸಂತೋಷದಿಂದ ನೆಮ್ಮದಿಯಿಂದ ಕಳೀಲಿಕ್ಕೆ ಕಾರಣವಾಗಿದೆ. ಅಂಥ ಒಂದು ವೃದ್ಧಾಶ್ರಮವನ್ನು ಕೂಡ ಹಮ್ಮಿಕೊಂಡು ಈಗ ಮತ್ತೆ ಅದನ್ನು ಇನ್ನಷ್ಟು ಒಳ್ಳೆಯ ರೀತಿಯಿಂದ ವಿಸ್ತರಿಸುವಂಥ ಒಂದು ಬಗ್ಗೆಯೂ ಕೂಡ ಈ ಸಂಸ್ಥೆ ಹೊಂದಿಕೊಂಡಿದೆ. ಏನು ಶ್ರೀ ಸತ್ಯಸಾಯಿ ಅಭಯನಿಕೇತನ ಸಂಸ್ಥೆ ಹಮ್ಮಿಕೊಂಡಂಥ ಎಲ್ಲ ಅವರ ಕನಸುಗಳು ನನಸಾಗಲಿ. ചർമ്മരോഗ വിദഗ്ധൻ ഡോക്ടർ വിഷ്ണു ഭട്ട് KM-നെ ആദരിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി മംഗളാരതി, പ്രസാദ വിതരണം, നാരായണ സേവ എന്നിവയും നടന്നു. നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് നാഷണൽ സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച രണ്ടാമത് NE സുലൈമാൻ മെമ്മോറിയൽ ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റിന് ആവേശത്തുടക്കം. ആദ്യ മത്സരത്തിൽ ഗോൾഡ് ഹിൽ ഹദ്ദാദിന് വിജയം. കാസർഗോഡ് നാഷണൽ സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലുള്ള രണ്ടാമത് NE സുലൈമാൻ മെമ്മോറിയൽ ട്രോഫിക്ക് വേണ്ടിയുള്ള ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായി. ടൂർണമെന്റ് കാസർഗോഡ് CIK ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന മത്സരത്തിൽ ഗോൾഡ് ഹിൽ ഹദ്ദാദ് 1 ഗോളിന് FC എറണാകുളത്തെ പരാജയപ്പെടുത്തി. ക്ലബ് പ്രസിഡന്റ് KM ഹനീഫ് അധ്യക്ഷത വഹിച്ചു. മജീദ് കോളിയാട്, അൻവർ NK, TA മുഹമ്മദ് കുഞ്ഞി, TA ഷാഫി, KM ബഷീർ, TM അബ്ദുൽ റഹ്മാൻ, സുനൈസ് അബ്ദുള്ള, ഫൈസൽ പടിഞ്ഞാർ, ബാങ്കോട് അബ്ദുൽ റഹ്മാൻ, ഗോളി മഹമ്മൂദ്, കമറുദ്ദീൻ കമ്മു, ഹസൻ പതിക്കുന്നിൽ തുടങ്ങിയവർ സംബന്ധിച്ചു. അടുത്ത മത്സരത്തിൽ MFC മൊഗ്രാൽ ബാഴ്സ ഫാമിലി കാസർഗോഡിനെ നേരിടും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ KGCF കാസർഗോഡ് ജില്ലാ സമ്മേളനം ചൊവ്വാഴ്ച നടക്കും. കുറ്റിക്കോൽ വ്യാപാര ഭവനിൽ നടക്കുന്ന സമ്മേളനം CH കുഞ്ഞമ്പു MLA ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം കുറ്റിക്കോൽ വ്യാപാര ഭവനിൽ CH കുഞ്ഞമ്പു MLA ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സമ്മേളന ഭാഗമായി വിളംബര ജാഥ നടത്തുമെന്നും ചടങ്ങിൽ VA ബഷീർ, ഉദയൻ കുണ്ടംകുഴി, സുനിത കരിച്ചേരി എന്നിവരെ ആദരിക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. ഈ നവംബർ 26-ാം തീയതി കാസർഗോഡ് ജില്ലാ സമ്മേളനം കുറ്റിക്കോൽ വെച്ച് നടക്കുകയാണ്. ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ ഉദുമ MLA CH കുഞ്ഞമ്പു അവർകളാണ്. അതുപോലെ തന്നെ സംഘടനയുടെ സംസ്ഥാന നേതാക്കന്മാർ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ സോഷ്യൽ സെക്യൂരിറ്റി സ്കീം ഈ കരാർ മേഖല കേരള ഗവൺമെൻറ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ മാത്രം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചാരിറ്റി പ്രവർത്തനമാണ് ഈ സോഷ്യൽ സെക്യൂരിറ്റി സ്കീം. ഇപ്പോൾ ഒരാൾ നമ്മുടെ സംഘടനക്കകത്ത് ഒരാൾ മരണപ്പെട്ടാൽ അവരുടെ കുടുംബത്തിന് നമ്മൾ 5 ലക്ഷം രൂപ ആ കുടുംബത്തിന് ഏൽപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ 58ഓളം കുടുംബങ്ങൾ കേരളത്തിൽ 2014 തുടക്കം കുറിച്ചതാണ്. ഇപ്പോൾ 58ഓളം കുടുംബങ്ങൾക്ക് നമ്മൾ 5 ലക്ഷം രൂപ വീതം നമുക്കത് കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചികിത്സാ സഹായ ഫണ്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. KGCF കാസർഗോഡ് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് B ഷാഫി ഹാജി, സ്വാഗത സംഘം ചെയർമാൻ അരവിന്ദാക്ഷൻ K, സ്വാഗത സംഘം ജനറൽ കൺവീനർ AV ശ്രീധരൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസെന്റ് കൗൺസിലിംഗ് സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ കരിയർ എക്സ്പോ സംഘടിപ്പിക്കും. നവംബർ 29, 30 തീയതികളിൽ ബല്ല ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പരിപാടി. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസെന്റ് കൗൺസിലിംഗ് സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ ജില്ലയിലെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി ദിശ ഹയർ സ്റ്റഡീസ് എക്സ്പോ നവംബർ 29, 30 തീയതികളിൽ ബെല്ല ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിക്കും. നൂതന കോഴ്സുകളും തൊഴിൽ മേഖലകളും ഉപരിപഠന സാധ്യതകളും പരിചയപ്പെടുത്തുന്ന കരിയർ സ്റ്റാളുകൾ, കരിയർ സെമിനാറുകൾ, വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന കരിയർ മേഖലയിലൂന്നിയ ഗവേഷണ പ്രബന്ധങ്ങൾ, കേഡാറ്റ് അഭിരുചി നിർണയ പരീക്ഷ എന്നിവ ദിശയുടെ ഭാഗമായി സംഘടിപ്പിക്കും. സ്വാഗത സംഘം രൂപീകരണ യോഗം കാഞ്ഞങ്ങാട് നഗരസഭ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ K ലത ഉദ്ഘാടനം ചെയ്തു. അവരുടെ ഭാവി എന്താണെന്നൊക്കെ എഴുതാം തീരുമാനത്തിൽ. അതുപോലെ ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ട സ്റ്റാളുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ സെമിനാറുകളൊക്കെ ഇതിനോടനുബന്ധിച്ചൊക്കെ നടത്തുന്നുണ്ട്. 29-30 തീയതികളിലാണ് നടത്തുന്നത്. PTA പ്രസിഡന്റ് N ഗോപി അധ്യക്ഷത വഹിച്ചു. CG ആൻഡ് AC ജില്ലാ കോർഡിനേറ്റർ K മേസൺ പദ്ധതി വിശദീകരിച്ചു. SMC ചെയർമാൻ വിനേഷ്, മദർ PTA പ്രസിഡന്റ് രജനി, ഹയർ സെക്കൻഡറി ജില്ലാ ജോയിന്റ് കോർഡിനേറ്റർ P മോഹനൻ എന്നിവർ സംസാരിച്ചു. ഹയർ സെക്കൻഡറി ജില്ലാ കോർഡിനേറ്റർ CV അരവിന്ദാക്ഷൻ സ്വാഗതവും കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ ജില്ലാ കൺവീനർ C പ്രവീൺ കുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.
പനത്തടി പഞ്ചായത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് മിനി മാസ് ലൈറ്റുകൾ സ്ഥാപിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ എംപി ഉദ്ഘാടനം ചെയ്തു. പനത്തടി പരപ്പ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽപ്പെട്ട പനത്തടി പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ കാസർഗോഡ് എംപി രാജ്മോഹൻ ഉണ്ണിത്താന്റെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച മിനി മാസ് ലൈറ്റിന്റെ ഉദ്ഘാടനം രാജ്മോഹൻ ഉണ്ണിത്താൻ എംപി നിർവഹിച്ചു. പനത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്ന പ്രസാദ് അധ്യക്ഷത വഹിച്ചു. കുളപ്പുറം, കൂടങ്കല്ലടുക്കം, പനത്തടി, ഇരിക്കുംകല്ല, വളാന്തോട്, കാപ്പിത്തോട്ടം ജംഗ്ഷൻ, പാണത്തൂർ കമ്പിക്കാനം ജംഗ്ഷൻ, പാണത്തൂർ കാഞ്ഞിരത്തിങ്കാൽ അയ്യപ്പ ക്ഷേത്രത്തിന്റെ മുൻവശം എന്നിവിടങ്ങളിൽ സ്ഥാപിച്ച ലൈറ്റുകളാണ് ഉദ്ഘാടനം ചെയ്തത്. കരിക്കെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ ബാലചന്ദ്രൻ നായർ, പനത്തടി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ കെ ജെ ജെയിംസ്, എൻ വിൻസെന്റ്, കെ കെ വേണുഗോപാൽ, രാധാ സുകുമാരൻ, സജനി മോൾ, സൗമ്യ മോൾ പി കെ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികൾ തുടങ്ങിയവർ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, രാജപുരം. ഓൾ കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ TKV അനുസ്മരണവും നേതൃത്വ പരിശീലനവും സംഘടിപ്പിച്ചു. ഹൊസ്തൂർ കാർഷിക ബാങ്ക് ഹാളിൽ വൈസ് പ്രസിഡന്റ് S രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ TKV അനുസ്മരണവും നേതൃത്വ പരിശീലനവും ഹോസ്ദുർഗ് കാർഷിക ബാങ്ക് ഹാളിൽ സംഘടിപ്പിച്ചു. AKBEF വൈസ് പ്രസിഡന്റ് S രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി EV മോഹനൻ അധ്യക്ഷനായി. K ചന്ദ്രഹാസ ഷെട്ടി മുഖ്യപ്രഭാഷണം നടത്തി. KV ഗംഗാധരൻ, KN അതിരഥൻ, S ഹരിശങ്കർ, P ലത, K സുകുമാരൻ, K സന്തോഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ ചെയർമാൻ MK ആനന്ദ് സ്വാഗതവും P സന്തോഷ്, ജില്ലാ ചെയർമാൻ MK ആനന്ദ് സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി P സന്തോഷ് നന്ദിയും പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മഞ്ചേശ്വരത്ത് വീടിന്റെ പൂട്ട് തകർത്ത് കവർച്ച. 6.5 പവൻ സ്വർണ്ണാഭരണങ്ങളും 35,000 രൂപയുമാണ് കവർന്നത്. ദിവ്യശ്രീക്ക് സഹപ്രവർത്തകരുടെ അന്ത്യാഞ്ജലി. ചേതനയേറ്റ ശരീരം പോലീസ് സ്റ്റേഷൻ വളപ്പിൽ എത്തിച്ചപ്പോഴുണ്ടായത് സങ്കട കാഴ്ച. മഞ്ചേശ്വരം വോർക്കാടിയിൽ പ്ലൈവുഡ് ഫാക്ടറിയിലുണ്ടായ തീപിടുത്തം. കോടിക്കണക്കിന് രൂപയുടെ വസ്തുക്കൾ കത്തിനശിച്ചതായി വിവരം. മുഹമ്മദ് അഷ്റഫ് പിടിയിലായതോടെ മഞ്ചേശ്വരത്തെ നിരവധി കവർച്ചാ കേസുകളുടെ ചുരുളഴിയുന്നു. അഷ്റഫ് കർണാടകയിലും നിരവധി മോഷണ കേസുകളിലെ പിടികിട്ട പുള്ളി. റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം ഹരിതചട്ടം പാലിച്ച്. മാലിന്യമുക്ത പ്രവർത്തനത്തിനായി കുടുംബശ്രീ പ്രവർത്തകർ പച്ചോലക്കൊട്ടകൾ മെടഞ്ഞു നൽകി. കാസർഗോഡ് ജില്ലാ ഭരണ സംവിധാനത്തിന് ഭിന്നശേഷി മേഖലയിൽ മികച്ച പ്രവർത്തനത്തിന് പുരസ്കാരം. മന്ത്രി ഡോക്ടർ R ബിന്ദു പുരസ്കാര പ്രഖ്യാപനം നടത്തി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.